ഹായ് വ്യൂവേഴ്സ്. അപ്പോൾ നമ്മുടെ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരെയായിരുന്നു. നെക്സ്റ്റ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് ശേഷം ഉള്ള ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം വരെ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ്, പാർട്ട് 2 നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം നോക്കി കാണുമല്ലോ എല്ലാവരും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? നമ്പർ 1 ഇഫ് എൽസ്, ഇഫും എൽസും അല്ലേ. ഇഫ് എൽസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നിലധികം കാര്യങ്ങളെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മളെന്തോ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകളെ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഫ് എൽസ്, അതിൽ തന്നെയുള്ള നെസ്റ്റഡ് ഇഫ്, പിന്നെ ഇഫ് എൽസ് ലാഡർ, ഇതെല്ലാം എന്ത് തന്നെയാണ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന നെക്സ്റ്റ് ഒരു സെക്ഷനാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് ബ്രേക്ക്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നോക്കും. അതിനുശേഷം നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അല്ലേ. ലൂപ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുന്ന ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതിന് മൂന്നിന് നമ്മൾ പ്രോഗ്രാം ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഈ ചാപ്റ്റർ പുതുതായിട്ട് പഠിക്കുകയാണ്. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, ഇങ്ങനെ 3 പേരാണുള്ളത്. ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു, ഇത് 3 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും, ഈ സെക്ഷനിൽ നിന്ന് വരും. ഇങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് എൽസ് ആണ്. അപ്പോൾ ഇഫ് എൽസ് കഴിഞ്ഞ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുകൂടെ ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഫ് എൽസ്, നെസ്റ്റഡ് ഇഫ്, ലാഡർ, സ്വിച്ച്, ഇത്രയും കഴിഞ്ഞ ശേഷം നമ്മൾ ലൂപ്പ്, ദെൻ എന്താണ്? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇഫ് എൽസിലേക്ക് പോകാം. അപ്പോൾ ഇഫ് എൽസ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രോഗ്രാം, റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് വൺ. ആ 2 നമ്പറിൽ ഏറ്റവും വലിയ ആൾ ആരാണ് എന്ന് നമുക്ക് എന്താണ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇഫ് എൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് പ്രോഗ്രാം ചെയ്യാം. പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തിട്ട് ആ 2 നമ്പേഴ്സിൽ നിന്നും ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം എന്തുപയോഗിച്ചുകൊണ്ട്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് എൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തേക്കണം. നമുക്ക് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് അതിൽ ഏറ്റവും വലുത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം എന്താണ്? നമ്മൾ ഹെഡ് ഓഫ് ഫയൽസ് എല്ലാം എഴുതി ആഷിനോട് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റിമേ അല്ലേ. ആഷ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസറാണ്. പ്രീ പ്രോസർ നമ്മൾ ഉൾപ്പെടുത്തുന്നു. എന്തിനാണ് നമ്മൾ ആഷിൻ്റെ പ്രീ പ്രോസർ കൊടുത്തേക്കുന്ന? IO സ്ട്രീം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീമിംഗ് നടക്കാൻ വേണ്ടി അല്ലേ. സീനും CO2 ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ IO സ്ട്രീം എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനെ ഉൾപ്പെടുത്തണം. അതിന് വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. രണ്ടാമത് യൂസിങ് നെയിം സ്പേസ് STD സിമിലർ ഫംഗ്ഷൻ തന്നെയാണ് ഇൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ഏതാണ്? മെയിൻ ഫംഗ്ഷനകത്താണ് അല്ലേ. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകേണ്ട? 2 നമ്പറിനെ ഇൻപുട്ട് ചെയ്യാൻ വേണം. അപ്പോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡേറ്റ ടൈപ്പ് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്കറിയാം ഡേറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡൻറ്റിഫൈ ഡേറ്റയെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ് ഡേറ്റ ടൈപ്പ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് നമ്പറാണ് വേണ്ടുള്ളൂ. അപ്പം നമ്പറിൻ്റെ ഡേറ്റ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റ് ഉണ്ട്, ചാർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്. അപ്പം നമ്പറല്ലേ, ഇൻറ്റീജേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം? ഇൻറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുത്തു? ഇൻറ്റ് കൊടുത്തു. എന്നിട്ട് 2 വേരിയബിൾസ് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിളായിട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി നമുക്കിവിടെ എയും ബിയും എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് അവിടെ കൊടുത്ത് 2 നമ്പേഴ്സിന് സ്റ്റോർ ചെയ്യാം. 10 അവിടെ അല്ലെങ്കിൽ 25 അവിടെ 2 നമ്പേഴ്സ് ഞാൻ കൊടുക്കുന്നു. ആ നമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ 2 വേരിയബിൾസേ കൊടുത്തോളൂ. ഏതാണ്? എയും ബി. അപ്പോൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റ്, ദെൻ A, B. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്ന നമ്പർ ആയതുകൊണ്ടാണ് ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ കൊടുത്തത്. എയും ബി എന്ന് പറയുന്ന 2 വേരിയബിൾസ്. ഇനി അടുത്ത ആ വേരിയബിൾസിലേക്ക് 2 നമ്പേഴ്സിന് എൻ്റർ ചെയ്യാനുള്ളൊരു മെസ്സേജ്, എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് ഔട്ട്പുട്ടിൽ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മെസ്സേജാണ് സി ഔട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചതാണ് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ സി ഔട്ട് കൊടുത്തു. ദെൻ നമ്മൾ എന്താണ്? ഇൻപുട്ട് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം? 2 നമ്പേഴ്സിനെ എയിലോട്ടും ബിയിലോട്ടും ഇടാൻ വേണ്ടി സീൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എയിലോട്ടും ബിയിലോട്ടും 2 നമ്പേഴ്സിന് ഇട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ 2 നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ 2 നമ്പേഴ്സ് കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തു. ആ 2 നമ്പേഴ്സും സീൻ്റെ സഹായത്തോടു കൂടി എയിലും ബിയിലും വീണ് കഴിഞ്ഞു. ഇപ്പോൾ എയിലും ബിയിലും എന്തുണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇഫിനെ വിളിക്കാൻ പോകുന്നത്. ഇഫിൻ്റെ സിൻറ്റാക്സ് ഒന്നും നമ്മൾ എഴുതിയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും കഴിഞ്ഞ വർഷം +1 പഠിച്ചിട്ടുള്ളതുകൊണ്ട് സിൻറ്റാക്സ് ഡയറക്റ്റ് പ്രോഗ്രാമിലോട്ട് അങ്ങ് പോയതാണ്. അപ്പോൾ പറഞ്ഞു ഇഫ് A ഗ്രേറ്റർ ദാൻ ബി, എ എന്ന് പറയുന്ന ബിയേക്കാളും വലുതാണെങ്കിൽ എ ഈസ് ബിഗ് എന്ന് പറയാം അല്ലേ. എ എന്ന് പറയുന്ന വലുതാണെന്ന് പറയാം. അല്ലെങ്കിൽ ആരായിരിക്കും വലുത്? ബി ആയിരിക്കും വലുത്. അങ്ങനെ 2 പേരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കി? ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ആര്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയ ഇഫ്. അപ്പോൾ നമ്മൾ അതിന് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് വരാം. കണ്ട എൻ്റർ 2 നമ്പർ എന്നുള്ള ഔട്ട്പുട്ട് മെസ്സേജ് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ 2 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. 50, 25 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ആ നമ്പറിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ഇഫ് ചെക്ക് ചെയ്ത് നോക്കി. ഇഫ് A ഗ്രേറ്റർ ദാൻ ബി, എ ആയിരുന്നു 50 എന്ന് പറയുന്നത് എന്തായാലും 25-നേക്കാളും വലുതാണ്. സോ നമുക്ക് എന്ത് കിട്ടി? A ഈസ് ബിഗ്. അതായത് എയുടെ വാല്യൂ എന്ത്? 50.
അതുകൊണ്ടാണ് നമ്മൾ എന്തിൽ കൊടുക്കാത്ത, ഡബിൾ കോട്ട്സിൽ കൊടുക്കാത്ത. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു കുഞ്ഞു പ്രോഗ്രാം. എന്തിനു വേണ്ടിയുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത്. ഇപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പ് ഇൻറ്റിട്ടാണ് ചെയ്തത് അല്ലേ, നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് രണ്ട് കുട്ടികളുടെ ഹൈറ്റ് കമ്പയർ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമും കൂടെ ഇഫ് ഉപയോഗിച്ചതും ചെയ്യാം. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് ഹൈറ്റ് ഓഫ് 2 സ്റ്റുഡൻസ്. രണ്ട് കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഹൈറ്റിൽ ഏറ്റവും ടോളർ ആയിട്ടുള്ള ആളാരാണ് നമുക്ക് എന്തുവാ കണ്ടുപിടിക്കുക ഇഫ് ഉപയോഗിച്ച്. അപ്പോൾ ആ പ്രോഗ്രാം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് പോകാം. ടു ഇൻപുട്ട് 2 സ്റ്റുഡൻസ് ഹൈറ്റ് ഓഫ് 2 സ്റ്റുഡൻസ് ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ രണ്ട് കുട്ടികളുടെ ഹൈറ്റ് കമ്പയർ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഞാൻ എഴുതിയിട്ടേക്കുന്നത്. രണ്ട് കുട്ടികളുടെ ഹൈറ്റ്, അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തത് ഹൈറ്റ് ആണ് അല്ലേ. ഹൈറ്റ് ആകുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ടൊരു ഇൻറ്റിജർ വാല്യൂ വരണമെന്നില്ല, ഡെസിമൽ വാല്യൂ വരാം. 167.1215 എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഡെസിമൽ വാല്യൂസ് വരാം. അവിടെ നമുക്ക് കൊടുത്ത ഡേറ്റ ടൈപ്പ് എന്താണ് ഫ്ലോട്ടാണ് അല്ലേ. ഫ്ലോട്ട് ആകുമ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് വാല്യൂസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഫ്ലോട്ട് കൊടുത്തത്. അപ്പോൾ ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട്, ദെൻ എന്താണ് H1 എന്നൊരു വേരിയബിൾ, H2 എന്ന് പറഞ്ഞ വേരിയബിൾ. H1 ഉദ്ദേശിക്കുന്ന ഹൈറ്റ് 1 എന്നാണ്, H2 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് 2. അങ്ങനെ രണ്ട് ഇഷ്ടമുള്ള രണ്ട് ഇംഗ്ലീഷ് വേരിയബിൾസ് ഏത് വേണം, എന്നോ ബി എന്നോ എന്ത് വേണം കൊടുക്കാം. ഞാൻ അവിടെ കൊടുത്ത H1 H2 കുറച്ച് ഐഡന്റിക്കൽ ആയിട്ടുള്ള വേരിയബിൾസ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അതിന് വേണ്ടിയുള്ള മെസ്സേജ് എന്താണ്, സി ഔട്ട് എൻ്റർ ദ ഹൈറ്റ്സ്. അപ്പം നമ്മൾ രണ്ട് കുട്ടികളുടെയും ഹൈറ്റ്, രണ്ട് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് നമ്മൾ അടിച്ചു കൊടുക്കും. അടിച്ചു കൊടുക്കുന്ന ഹൈറ്റുകൾ എവിടെ പോയി വീഴും, നമ്മളെ സീൻ കമാൻഡ് ആദ്യം അടിക്കുന്ന ഹൈറ്റിനെ H1ലോട്ടും നമ്മൾ രണ്ടാമത് കീബോർഡിൽ കൊടുക്കുന്ന ഹൈറ്റിനെ എന്തിലോട്ട് H2ലോട്ടും പിടിച്ചിടും. അപ്പോൾ H1ലും H2ലും ഇപ്പോൾ എന്തായി വാല്യൂസ് ആയി. ഇനിയാണ് നമ്മൾ ഇഫ് ഉപയോഗിച്ച് നമ്മൾ ഇത് കമ്പയർ ചെയ്യാൻ നോക്കുന്നത്, ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. ഇഫ് ബ്രാക്കറ്റ് എന്താണ് കണ്ടീഷൻ H1 എന്ന് പറയുന്ന ആൾ H2വിനെക്കാളും വലുതാണെങ്കിൽ, H1 എന്ന് പറയുന്ന ആൾ H2വിനെക്കാളും വലുതാണെങ്കിൽ H1 ടോളറാണ്. അല്ലെങ്കിൽ H1 ടോളർ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ടോളർ, H2. ഓക്കെ, നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്നിന് നോക്കാം. ഔട്ട്പുട്ട് സ്ക്രീനിൽ എങ്ങനെ വരും? ഔട്ട്പുട്ട് സ്ക്രീനിൽ ആദ്യം നമുക്ക് എന്തായിരിക്കും വരുന്നത്, എൻ്റർ ദ ഹൈറ്റ്സ് അല്ലേ. എൻ്റർ ദ ഹൈറ്റ്സ് ഞാൻ ഇഷ്ടമുള്ള രണ്ട് ഹൈറ്റ്സ് 176.2ഉം 5ഉം 169.3 കൊടുത്തു എന്ന് വിചാരിക്കുമോ. രണ്ട് ഇഷ്ടമുള്ള രണ്ട് ഹൈറ്റ്സ് ഞാൻ കൊടുത്തു. ആ ഹൈറ്റ്സ് H1ലും H2ലും പോയി വീണു. ദെൻ നമുക്കറിയാം H2 ആണ് H1നെക്കാളും ടോളർ അല്ലേ, നമ്മൾ എഴുതിയ രണ്ടാമത്തെ ആളാണ് ടോളർ. അപ്പോൾ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യും ഇഫ് H1 ഗ്രേറ്റർ ദാൻ H2, H1 167.5 ആണോ 169.3 ആണോ എന്ന് കമ്പ്യൂട്ടർ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് അതിൽ രണ്ടാമത്തെ ആൾ H2 ആണ്, H1നെക്കാളും വലുത് H2 ആണ്. അപ്പോൾ H2വിൻ്റെ വാല്യൂ എത്രയാണ് 169.3. പിന്നെ നമ്മുടെ മെസ്സേജ് ഈസ് ടോളർ. അപ്പോൾ രണ്ടുപേരിൽ രണ്ടാമത്തെ ആളാണ് ടോളർ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് അടിക്കുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഇവിടെ എന്ത് ചെയ്യാറില്ല, വരാറില്ല, ഡിസ്പ്ലേ ആറില്ല. നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ വാല്യൂസ് വരാറില്ല. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുത്തു. ആ രണ്ട് വാല്യൂസിൽ ഏറ്റവും വലുത് ആരാണ് എന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിച്ച് തന്നു. ആര് കണ്ടുപിടിച്ച് തന്നു, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇഫ് എൽസ്. അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, നമുക്കത് ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ രണ്ട് നമ്പേഴ്സിനെയും രണ്ട് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്ത പ്രോഗ്രാമുകളായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നെസ്റ്റഡ് ഇഫാണ്. നമുക്ക് മൂന്നാമതൊരാളോട് വന്ന് നമ്മൾ എന്ത് ചെയ്യും, രണ്ട് കുട്ടികളുടെ മാർക്ക് ചെക്ക് ചെയ്തു. മൂന്നാമത്തെ ഒരാളുടെ മാർക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി നമ്മൾ പറയാൻ പോകുന്ന കാര്യം നെസ്റ്റഡ് ഇഫാണ്. ഈ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഒന്നിടപെടാട്ട് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം പഠിക്കാൻ വരുമ്പോഴും ഇത് നമുക്ക് എന്ത് ചെയ്യും, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതേപോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടും. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന അറേ പഠിക്കാൻ പോകുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ലൂപ്പ് നന്നായിട്ട് പഠിക്കാനും കൂടെ വേണ്ടിയാണ് ഞാനിത് എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പ്രോഗ്രാംസ് എല്ലാം എഴുതുന്നത്. അപ്പോൾ ലൂപ്പിൻ്റെ സെക്ഷന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലൂപ്പ് അറിയാമെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ചാപ്റ്റർ അറേസിലേക്ക് നമുക്ക് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർ ഇനി മുതലെങ്കിലും ഈ ഫസ്റ്റ് ചാപ്റ്റർ മുതലെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഡൗട്ട്സോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. എന്താണ് നെസ്റ്റഡ് ഇഫ്. മൂന്നാമതൊരാൾ വന്നാൽ നമ്മൾ എന്തിനെ ആശ്രയിക്കേണ്ടി വരും, നെസ്റ്റഡ് ഇഫിന്. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയാൻ വന്നത് നെസ്റ്റഡ് ഇഫിനെ പറ്റിയാണ് അല്ലേ. ഇപ്പം നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നിലധികം ഇഫുകളാൽ കൂട്ടം കൂടുന്നതിനാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുകൂട്ടത്തിലെ പക്ഷികളൊക്കെ കൂടുകൂട്ടുന്ന കണക്ക് ഒന്നിലധികം ഇഫ്, ഒരു ഇഫിനകത്ത് തന്നെ എന്താണ് ഒന്നിലധികം ഇഫുകൾ വരും. അത് വെച്ചൊരു പ്രോഗ്രാമാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് നെസ്റ്റഡ് ഇഫ്. അപ്പോൾ നെസ്റ്റഡ് ഇഫ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ABC നമ്മൾ 3 വേരിയബിൾസ് ഇൻപുട്ട് ചെയ്തു. ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ, നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റിജർ കൊടുത്തു. ഇൻറ്റ് A, B, C 3 വേരിയബിൾസ്. എന്തിനു വേണ്ടിയാ, 3 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി. ക്വസ്റ്റ്യൻ എഴുതിയില്ല, 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്ത് അതിൽ ഏറ്റവും വലിയ ആളാരാണ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 3 നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ്. 3 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്തു. 3 നമ്പേഴ്സിന് ഡേറ്റ ടൈപ്പ് എന്താ കൊടുത്തത്, നമ്പർ ആയതുകൊണ്ട് ഇൻറ്റിജർ ഇൻറ്റ്.
മൂന്ന് നമ്പേഴ്സിനെയും കൂടെ ഔട്ട്പുട്ട് മെസ്സേജ് നമുക്ക് എൻ്റർ 3 നമ്പർ എന്ന് വന്നാലല്ലേ നമുക്ക് കീബോർഡിൽ നിന്ന് 3 നമ്പേഴ്സ് കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എൻ്റർ 3 നമ്പർ കൊടുത്തു. സീൻ എ ബി സി നമ്മളെ സീൻ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 3 പേരെ എന്ത് ചെയ്തു, എയിലോട്ടും ബിയിലോട്ടും സിയിലോട്ടും ഇട്ടു. അപ്പോൾ സിയോട്ട് മെസ്സേജ് വന്നു, അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഓരോ വാല്യൂസിനെയും എയും ബിയും സിയും ക്യാച്ച് ചെയ്തു. അപ്പം 3 അടുത്ത ആളായി കഴിഞ്ഞു, വാല്യൂസ് ആയി കഴിഞ്ഞു. ഇനിയാണ് നെക്സ്റ്റ് ഡിഫിനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അപ്പോൾ എയും ബിയും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, എ ആണോ വരുന്നത് നോക്കി, എ അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും, ബി ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എയും സിയും കൂടെ നോക്കി, അതിനകത്ത് എ ആയിരിക്കും ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ആരായിരിക്കും, സി ആയിരിക്കില്ല. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ ശേഷം നമ്മൾ പിന്നെ എന്തോട്ടിലോട്ടാണ് പോകുന്നത്, ബി എയും സിയും കൂടെ നോക്കണം. അപ്പോൾ ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, ബി എന്ന് പറയുന്ന ആള് സിയെക്കാളും വലുതാണെങ്കിൽ ആരായിരിക്കും വലുത്, ബി ആയിരിക്കും, അല്ലെങ്കിൽ ആരായിരിക്കും, സി ആയിരിക്കും വലുത്. അപ്പോൾ ഈ 3 ആൾക്കാരെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നല്ലേ. അപ്പോൾ ആരൊക്കെ വന്നു ഇതിനകത്ത്, ഇഫ് ഒന്നാമത്തെ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി വന്നു, രണ്ടാമത്തെ എ ഗ്രേറ്റർ ദാൻ സി വന്നു, മൂന്നാമത്തിൽ ബി ഗ്രേറ്റർ ദാൻ സി വന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഇഫ് ബ്രേസസ് ഓപ്പൺ ചെയ്തു, പക്ഷെ ബ്രേസസ് ഓരോടത്തും എന്ത് ചെയ്തില്ല, ക്ലോസ് ചെയ്തില്ല. അപ്പോൾ ഈ ഇഫിനകത്ത് ഈ ഇഫും എല്ലാം എന്താണ്, പരസ്പരം കൂടുകൂട്ടി അടുക്കി ഇരിക്കുവാണ്. അതാണ് നെസ്റ്റഡ് ഇഫിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരത്തെ എയും ബിയും മാത്രം വെച്ച് 2 നമ്പേഴ്സ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മൂന്നാമത് സിയും കൂടെ വന്നപ്പോൾ നമ്മൾ എയും ബിയെ നോക്കി, എയും സിയെ നോക്കി, ദെൻ ബിയെയും സിയെ നോക്കി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഇന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ഇഫിൻ്റെ പ്രോഗ്രാം. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ക്ലിയർ ചെയ്യുക. ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് എയും ബിയും ചെക്ക് ചെയ്ത് നോക്കുന്നത് പോലെ തന്നെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഒരു നമ്പറും കൂടെ വന്നേ ഉള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യത്തില്ല. ഏറ്റവും അവസാനം നമ്മൾ ബ്രേസസ് എല്ലാം ക്ലോസ് ചെയ്തു, നമ്മൾ റിട്ടേൺ 0 ചെയ്യും. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ബ്രേസസ് എല്ലാം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇഫിൻ്റെ അകത്ത് ഒന്നിലധികം ഇഫുകൾ വരുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ഇഫ്. ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്ത് ചെയ്യുക, വീട്ടിൽ ഇരുന്ന് കൃത്യമായിട്ട് ഈ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇഫ് എൽസ് പറഞ്ഞു, നെസ്റ്റഡ് ഇഫ് പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എൽസ് ഇഫ് ലാഡർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ്. എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഡേ ഓഫ് എ വീക്കാണ്. അതായത് ഒരു വീക്കിൽ നമുക്കറിയാം 7 ദിവസങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏത് ദിവസമാണോ നമ്മൾ ന്യൂമറിക്കലി ഇൻപുട്ട് ചെയ്യുന്നത്, അപ്പോൾ 1 ആണെങ്കിൽ സൺഡേ, 2 ആണെങ്കിൽ മൺഡേ, അങ്ങനെ ഏത് ദിവസമാണോ നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഡേ എന്ത് ചെയ്യണം, നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ കിട്ടണം. അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ നമുക്ക് നോക്കാം, എൽസ് ഇഫ് ലാഡറിൽ നമ്മൾ എന്തോ കൊടുത്തു തുടങ്ങുന്ന, ആദ്യം നമ്മൾ ഡേറ്റ ടൈപ്പ് എടുക്കണം. നമ്പർ ആണല്ലേ, നമ്പർ ആൻഡ് ഡേറ്റ ടൈപ്പ് ഇൻറ്റു കൊടുത്തു. നമ്മളത്തെ വേരിയബിളിൻ്റെ പേര് കൂടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള പേര് കൊടുക്കാന്ന് വെച്ചാൽ ഡേ എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഡി എന്നോ എ എന്നോ ബി എന്നോ ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ അവിടെ ഡേ എന്ന് കൊടുത്തു. എന്നിട്ട് ഔട്ട്പുട്ട് മെസ്സേജ് എന്തിനാ ഔട്ട്പുട്ട് സ്ക്രീനിൽ എനിക്ക് വരണ്ടേ, എൻ്റർ ദ ഡേ 1 to 7 ബ്രാക്കറ്റ് വ്യക്തമായി കൊടുത്തു. 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു അക്കം എന്ത് ചെയ്യുക, ഇൻപുട്ട് ചെയ്യുക. ഞാൻ 1 തൊട്ട് 7 വരെയുള്ള അടിക്കുന്ന ഏതെങ്കിലും ഒരു അക്കം എവിടെ പോയി വീഴണം, ഡേ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് പോയി വീഴണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ അടിക്കുന്ന 1 ആണെങ്കിൽ 1 പോയി വീഴണം, 2 ആണെങ്കിൽ 2 വന്ന് വീഴണം. ഏത് ലെറ്റർ ആണോ, ഏത് അക്കമാണോ, വാല്യൂ ആണോ ഞാൻ ടൈപ്പ് ചെയ്യുന്നത്, ആ വാല്യൂ വന്ന് എന്ത് ചെയ്യുക, ഡേയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എൽസ് ഇഫ് ലാഡറിനെ തുടങ്ങാൻ പോവാണ്. ഇഫ് ഡേ ഈക്വൽ ടു 1, കാരണം ഡബിൾ ഈക്വൽ ടു ആണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നത്, ഈക്വൽ ടു അല്ല, ഏതാ റിലേഷൻ ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ടു ആണ്, നമുക്ക് തുല്യമാണോ അല്ലയോ എന്ന് നോക്കുന്നത്. ഇഫ് ഡേ ഈക്വൽ ടു 1, ഡേ എന്ന് പറയുന്ന 1 ആണെങ്കിൽ നമ്മൾ അടിച്ചിരിക്കുന്ന വാല്യൂ, ആ നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്ന ഡേയിലെ വാല്യൂ എന്ന് പറയുന്ന 1ന് തുല്യമാണെങ്കിൽ, 1 ആണ് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നെങ്കിൽ ആ ദിവസം എന്താ ഇൻപുട്ട് ചെയ്യുക, സൺഡേ എന്ന് ഔട്ട്പുട്ട് ചെയ്യുക. ദെൻ അല്ലെങ്കിൽ നീ ഞാനിവിടെ 1 അല്ല, ഡേ 1 അല്ല, ഇവിടെ ഡേ 2 ആണ് കൊടുക്കുന്നെങ്കിൽ അവിടെ എന്ത് വരിക, മൺഡേ എന്ന് വരിക. ഡേ 3 ആണെങ്കിൽ അവിടെ എന്ത് വരിക, ട്യൂസ്ഡേ എന്ന് വരിക. 4 ആണെങ്കിൽ വെനസ്ഡേ, 5 ആണെങ്കിൽ തേഴ്സ്ഡേ, സോ ഓൺ. അങ്ങനെ എവിടെ വരെ നമ്മൾ കൊടുത്തു, സാറ്റർഡേ വരെ. 7 ആണെങ്കിൽ സാറ്റർഡേ വരെ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഇന്നത്തെ എന്ത് ദിവസമാണോ, ഏത് അക്കമാണോ ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഡെയിലി സ്റ്റോർ ചെയ്യുന്നത്. ഞാനിപ്പോൾ എക്സാമ്പിൾ ഡെയിലി സ്റ്റോർ ചെയ്തത് 2 ആണെന്ന് വെച്ചു. അപ്പോൾ ഡേ ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം മൺഡേ എനിക്ക് എന്താണ് ഔട്ട്പുട്ട് സ്ക്രീനിൽ എനിക്ക് എന്ത് കിട്ടും, മൺഡേ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാറ്റേൺ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്ന, ലാഡർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നോട്ട്ബുക്കിലോ നിങ്ങളെൻ്റെ ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺ ഒക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ കാണാം. ഇവിടെ അത്രയും സ്ഥലപരിമിതി കൊണ്ടുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. ഒരുപാട് തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പം ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ഞാൻ അവിടെ ഡേ ഓഫ് എ വീക്ക് 1 to 7 ആണ് എഴുതിയത്. നിങ്ങൾക്ക് ഇതേ പ്രോഗ്രാം മന്ത് ഓഫ് എ ഇയർ 1 to 12 ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്കിൽ സ്വന്തമായി ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളത് എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല. നമുക്കറിയാം 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങൾ നമുക്കറിയാം.
നമുക്കറിയാം, അത് സിമ്പിളായിട്ട് ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് അറിയാം. അപ്പോൾ ഇതാണ് ലാഡർ. ഇതേ പാറ്റേണിൽ തന്നെയുള്ള നമുക്കൊരു ലാസ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ച് ബ്രേക്ക്. അതുകൂടെ കഴിയുന്നതോടെ നമ്മളെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരുവിധം എന്ത് ചെയ്യാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സും. നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടോടുകൂടി നിർത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടി എടുത്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കാണുമെന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചായിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു പാർട്ടി നമുക്ക് സ്വിച്ച് വെച്ച് നിർത്താം. നെക്സ്റ്റ് പാർട്ടി നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സും ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരു നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം കൂടെ ചെയ്യാതാണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോഗ്രാം കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ എന്താണ് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ച് ബ്രേക്ക് എന്നാണ് നമ്മൾ പറയുന്നത്, ലാസ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഇഫ് എൽസ് ലാഡർ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്യുന്ന ഏതാണ്, ഡേ ഓഫ് എ വീക്ക്. ഡേ ഓഫ് എ വീക്ക് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പമായിട്ട് ഒന്നുകൂടെ മനസ്സിലാവും. നമ്മൾ ഇവിടെ എന്ത് തന്നെ ചെയ്യും, നമ്മുടെ ഡേറ്റ ടൈപ്പ് നമ്പർ ആയതുകൊണ്ട് ഇൻറ്റിജർ കൊടുത്തു, ഡേ എന്നുള്ള വേരിയബിൾ, ഐഡൻറ്റിക്കലായിട്ട് ഡേ എന്നുള്ള വേരിയബിൾ കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ എന്താ ചെയ്യുന്നത്, എൻ്റർ ദ ഡേ 1 to 7 അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇൻപുട്ട് ചെയ്യുന്നു, ആ ഇൻപുട്ട് ചെയ്യുന്ന ദിവസം 1 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇൻപുട്ട് ചെയ്യുന്നു. ആ ചെയ്യുന്ന ദിവസം ഇവിടെ പോയി വീഴുന്നു, ഡേ പോയി വീഴുന്നു, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുക, സ്വിച്ച് ഡേ, സ്വിച്ച് എക്സ്പ്രഷൻ എന്നാണ് സിൻടാക്സിൽ, സ്വിച്ച് എക്സ്പ്രഷൻ. നമ്മളിവിടുത്തെ എക്സ്പ്രഷൻ ആരാണ്, ഡേ. അതിൽ എത്ര കേസുണ്ട്, നമുക്ക് 7 കേസുണ്ട്. ഒന്നാമത്തെ കേസ് 1 ആണെങ്കിൽ നമ്മൾ അടിക്കുന്ന സ്വിച്ച് ഡേയിൽ, നമ്മുടെ സ്വിച്ചിൽ ഡേ എന്ന് പറയുന്ന 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സൺഡേ കിട്ടും. ഇവിടെ ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത ഡേ, ഞാൻ ഇവിടെ 1 ആണ് അടിക്കുന്നെങ്കിൽ സ്വിച്ച് ഡേ എത്ര ആയിരിക്കും, 1. എനിക്കിവിടെ എന്ത് കിട്ടും, കേസ് 1 സൺഡേ എന്ന് കിട്ടും. ഇനി ഞാൻ അടിക്കുന്ന കേസ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ, നോക്കി സി ഔട്ട് ട്യൂസ്ഡേ, കേസ് എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ സ്വിച്ച് ഡേ എത്ര ആയിരിക്കും, 3 ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, തേഴ്സ്ഡേ കിട്ടും. അപ്പം ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് ഏത് ദിവസം വേണം, ഞാൻ 4 എന്ന് കൊടുക്കുവാണെങ്കിൽ എനിക്ക് 4th സ്വിച്ച് ഡേ. അപ്പോൾ സ്വിച്ചിൽ ഡേയിൽ എക്സ്പ്രഷൻ 4 ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, വെനസ്ഡേ കിട്ടും. ഞാൻ 6 എന്നാണ് കൊടുക്കുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഫ്രൈഡേ കിട്ടും. 7 ആണെങ്കിൽ സാറ്റർഡേ കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തുവാ ചെയ്യാവുന്നതാണ്. എൻ്റെ ഇടയിൽ എല്ലാം എന്തുകൊണ്ട് ഇതല്ലെങ്കിൽ കേസ് 1 അല്ലെങ്കിൽ ബ്രേക്ക് അവിടെ വെച്ച് നിൽക്കുക, കേസ് 2 അല്ലെങ്കിൽ അടുത്ത് അങ്ങനെ എന്തുവാ. സോ നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണോ കൊടുക്കുന്നത്, നമ്മൾ ആ കൊടുക്കുന്ന വാല്യൂ അവിടെ വെച്ച് എന്ത് ചെയ്യും, നിൽക്കും, ബ്രേക്ക് ആവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഒരു കേസും അല്ല, നമ്മൾ 1 തൊട്ട് 7 വരെയുള്ള ദിവസങ്ങളൊന്നുമല്ല കൊടുത്താൽ, നമ്മൾ 8, 9, 10 കൊടുത്താൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീക്കിലുണ്ടോ, ഇല്ല. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് കേസ് വർക്ക് ചെയ്യും, എന്താണ്, ഇൻവാലിഡ് എന്ന് ഔട്ട്പുട്ട് സ്ക്രീൻ എഴുതി കാണിക്കും. ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളതാണ് ഞാൻ ഔട്ട്പുട്ട് സ്ക്രീൻ എഴുതി ഇടാത്ത, ഒന്നുമില്ല. ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തായിരിക്കും വരുന്നത്, എൻ്റർ ദ ഡേ 1 to 7 എന്ന് കാണും ബ്രാക്കറ്റ്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ 3 എന്ന് ഇൻപുട്ട് ചെയ്താൽ എന്താണ്, സ്വിച്ച് എക്സ്പ്രഷൻ, സ്വിച്ച് ഡേ എക്സ്പ്രഷൻ ഡേ ആണ്. 3 പോകും. 3 എന്താണ്, ട്യൂസ്ഡേ എന്ന് ഔട്ട്പുട്ട് സ്ക്രീൻ എനിക്ക് എന്ത് എഴുതി കാണിക്കും, ട്യൂസ്ഡേ. അപ്പം ഞാൻ 3 എന്നടിച്ചാൽ ട്യൂസ്ഡേ. സോ ഓൺ ഏത് ദിവസങ്ങളാണ് ഞാൻ അടിക്കുന്നത് അത് അതേപോലെ എന്ത് ചെയ്യും, വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് സ്വിച്ചിൽ എന്താണ്, ഡേ ഓഫ് എ വീക്ക്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യുക, ഇത് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ മന്ത് ഓഫ് ഇയർ എന്ത് ചെയ്യുക, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. മന്ത് ഓഫ് ഇയർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇൻറ്റ് ഡേക്ക് വരെ ഇവിടെ എന്ത് കൊടുക്കുക, മന്ത് കൊടുക്കുക. എൻ്റർ ദ ഡേക്ക് വരെ എൻ്റർ ദ മന്ത് 1 to 12 കൊടുക്കുക. സീൻ ഡേക്ക് വരെ സീൻ മന്ത് കൊടുക്കുക. സ്വിച്ച് ഡേക്ക് വരെ സ്വിച്ച് മന്ത് വരും. ഇവിടെ കേസ് 1 to 7 വരും, 1 to 12 വരും. കേസ് 1 CO ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ നമ്മുടെ ഡിസംബർ വരെയുള്ള മന്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഇരുന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം ഇത് എഴുതി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ചെയ്യാം. പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്തുവാ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏത് ദിവസമാണോ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത് ആ ദിവസത്തിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടും. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ക്ലാസ് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ മുഴുവൻ ക്ലാസ്സും എടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്, സെക്കൻഡ് പാർട്ടായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സമയപരിമിതി വരെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്. നമുക്ക് അടുത്ത സെക്ഷനിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, നെസ്റ്റർ ലൂപ്പ്, ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലൂടെ ക്ലാസ് എന്ത് ചെയ്യാം, ചാപ്റ്റർ തീർത്തിട്ട് നെക്സ്റ്റ് അറേസിലേക്ക് പോകാം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ഷെർബി താജ്.